1 now. ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യയുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒഡീഷയുടെ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് ഉയർന്ന ആ അഗ്നിജ്വാലകൾ ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈലിന്റെ രണ്ടാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും ഇനി ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണിത്. എന്താണ് ഈ മിസൈലിനെ ഇത്രത്തോളം മാരകമാക്കുന്നത്? ഉത്തരം അതിന്റെ വേഗതയിലാണ്. ശബ്ദത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. അതായത് മണിക്കൂറിൽ ഏകദേശം 6174 കിലോമീറ്ററിലധികം വേഗത. ഈ പരീക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിന്റെ 2 സ്റ്റേജ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഡിസൈനാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾക്ക് അന്തരീക്ഷത്തിൽ വെച്ച് ദിശ മാറാനും ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിക്കാനും സാധിക്കും. ഈ രണ്ടാം ഘട്ട പരീക്ഷണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. കടലിലെ അതിദൂര ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ഈ മിസൈലിന് സാധിക്കും. സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിദേശ സാന്നിധ്യത്തിന് ഇതൊരു ശക്തമായ പ്രതിരോധമാകും. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത എഞ്ചിൻ സാങ്കേതിക വിദ്യയും ഗൈഡൻസ് സംവിധാനവുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടമാണിത്. ഇന്ന് ആഗോളതലത്തിൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്കായി വലിയ മത്സരത്തിലാണ്. ഇന്ത്യ ഈ മേഖലയിൽ കൈവരിച്ച പുരോഗതി ഏഷ്യ പസഫിക് മേഖലയിലെ ശക്തി സന്തുലനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ നാവികസേനയുടെ ആക്രമണശേഷി ഇരട്ടിയാക്കാൻ ഈ മിസൈൽ സഹായിക്കും. ഏത് അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ശേഷിയുള്ള ഈ ബ്രഹ്മാസ്ത്രം ഇന്ത്യയുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കും. DRDO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടുമാണ് ഈ വിജയത്തിന് പിന്നിൽ. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഇന്ത്യൻ സമുദ്രങ്ങളിലെ അനിഷേധ്യ ശക്തിയായി രാജ്യം മാറുകയാണ്. സാങ്കേതിക വിദ്യയിൽ നാം ആർക്കും പിന്നിലല്ല എന്ന പ്രഖ്യാപനത്തോടെ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ സുവർണ അധ്യായമായി ഈ ഹൈപ്പർസോണിക് പരീക്ഷണം മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.